എന്റെ കഷ്ടകാലത്താണ് ഞാൻ വർക്ക്ഷോപ്പ് തുടങ്ങിയത്. കണ്ട എല്ലാം വലിച്ചുവാരി ഇട്ടേക്കുന്ന കണ്ട. ഇവിടെ ഒരു പണിക്കാരനുണ്ടല്ലേ. അല്ല അപ്പൊ വന്നിട്ടും കാര്യമൊന്നുമില്ല. യൂണിക്കോണിന്റെ കിക്കർ ഊരാൻ പറഞ്ഞപ്പോ ഉണ്ണിക്കണ്ണന്റെ നിക്കർ ഊരിക്കൊണ്ടുവന്ന പട്ടിയാവേ. എന്ത് ചെയ്യുമെന്ന് പറ. എടാ സുഖുവേ, സുഖു. വർഷാപ്പിന്റെ പേര് ബോർഡ് എഴുതി കൊണ്ടുവരാൻ. അയ്യോ മറന്നുപോയി. ഞാൻ അവിടെ ചെന്നപ്പോ ബംഗാളി, അവനാണെങ്കിൽ മലയാളം എഴുതാനും അറിഞ്ഞൂടാ വായിക്കാനും അറിഞ്ഞൂടാ. അവസാനം പെയിന്റ് എടുത്ത് ഞാൻ ഒരു കീച്ചങ്ങട് കീച്ചി. എന്തോടാ നമ്മളെ വർക്ക്ഷോപ്പിന്റെ പേര്? പഴവങ്ങാടി വർക്ക്ഷോപ്പ്. എന്തുവാണ് അത്? പറകാണ്ടി വർക്ക്ഷോപ്പോ? പ്രൊപ്പറേറ്റർ രഘു MA LLB BA B.Ed അതെന്തുവാടാ? അത് അവിടെ ആർക്കും വേണ്ടാതെ കുറെ അക്ഷരങ്ങൾ എടുത്ത് അവൻ പറഞ്ഞ് എടുത്തെല്ലാം കൂടെ ഒട്ടിച്ചേർത്താന്ന്. ഞാനും പറഞ്ഞു ഓക്കെ എന്ന്. ബോർഡുണ്ടാക്കി വെച്ചേക്കുന്നു. ആക്സിൽ ശരിയാക്കാൻ പറഞ്ഞത് ശരിയാക്കുകയും ചെയ്ത് മുളക് ഉടച്ചു വെച്ചിട്ടുണ്ട്. വണ്ടിയുടെ ആക്സിൽ ശരിയാക്കാൻ എന്തിനാണ് മുളക് ഉടച്ചു വെക്കുന്നത്? അയ്യോ ആക്സിലെന്നാണോ പറഞ്ഞത്? ഞാൻ കേട്ട കാച്ചിലെന്നാ. 1 കിലോ പുഴുങ്ങയും ചെയ്ത് മുളക് ഉടച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ സുഖു സുഖു എന്ന് വിളിക്കരുത്. നാട്ടിൽ എനിക്കൊരു പേരുണ്ട്, റിം പോച്ച. നീ പോച്ചയല്ല, പച്ച കഞ്ചാവ്. ഞാൻ ഒരു കാര്യം പറയാം, നീ വാ. പിന്നെ ഇവിടെ ഒരുപാട് പണിക്കാർ ഇപ്പൊ വണ്ടി കൊണ്ട് വരുന്നതാ. നിനക്കറിയാലോ കാര്യങ്ങളൊക്കെ. പണികളെല്ലാം കൃത്യമായിരിക്കണം. നീ ഇത് കണ്ട നീ വിചാരിക്കുന്ന എന്തുവാ ഇതൊക്കെ ടെൻഷൻ കൊണ്ട് പൊഴിഞ്ഞതാണെന്ന്? അല്ല, ഇവിടെ വണ്ടി പണിഞ്ഞിട്ട് പോന്നവന്മാര് എന്നെ ഇടിച്ചിട്ട് തൃപ്തി വരാതെ കടിച്ചു പറിച്ച് സായൂജ്യ പടയുന്നതാണ്. ഒരു വിഗ് മേടിച്ച് വെക്കാത്ത എന്ത്? വിഗ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മളെ രമണി ചേച്ചിയുടെ മോളെ കല്യാണമില്ലായിരുന്നു. ഞാൻ അവിടെ പാചകത്തിന് സഹായിക്കാൻ പോയല്ലോ. നീ ഉണ്ടായിരുന്നില്ലോ? ഞാനിങ്ങനെ സാമ്പാർ ഇളക്കിക്കൊണ്ട് നിന്ന് എന്നിട്ട് ഇങ്ങനെ നോക്കി കഷ്ണം എന്താന്ന്. വിഗ് ഒരു സാമ്പാർ വീണുവേടാ. അത് മൊലാലിയുടെ വിഗായിരുന്നോ? ഞാൻ വിചാരിച്ച മൊലാലിയുടെ പാചകം കണ്ടിട്ട് സാമ്പാറിന് രോമാഞ്ചം അടിച്ചായിരിക്കും. എന്തൊരു കഷ്ടമെന്ന് പറയാ മൊലാലി. ഈ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു പെണ്ണൊക്കെ കെട്ടിയാ കൊള്ളാമെന്നുണ്ട്. ഇനി കല്യാണം കാണിക്കാത്തതിന്റെ ഒരു കുറവേ ഉള്ളൂ. അതല്ലെന്ന് എന്റെ വീട്ടിൽ ഒരു പെണ്ണിന്റെ ആവശ്യമുണ്ട്. മൊലാലിക്ക് അറിയാലോ, എന്റെ അച്ഛനാണെങ്കിൽ മൂത്രത്തിൽ കല്ല്, അമ്മയ്ക്കാണെങ്കിൽ കാലിലാണ്. എനിക്കൊരു പെണ്ണ് വേണ്ട എണ്ണ. നിനക്ക് പെണ്ണല്ലടാ വേണ്ടത്. പിന്നെ അത്യാവശ്യം ഒരു ചുറ്റിയിലാണ്. അതെന്തിന്? എന്റെ അച്ഛന്റെ കല്ലു അടിച്ചു പൊട്ടിച്ചിട്ട് അമ്മയുടെ കാലിൽ ആണി അടിച്ചങ്ങ് വള. മൊലാലി തമാശ കള. തമാശ കളയാനാ? ഇവിടെ 2 ഉണ്ടാക്കാൻ പെടുന്ന പാടെ എനിക്ക് ദൈവത്തിനും അറിയാം. മൊലാലി ഞാൻ പറഞ്ഞില്ലാന്നുണ്ട്. ഞാൻ പോയിട്ട് വണ്ടി ടെസ്റ്റ് ചെയ്യട്ടാ. തൊട്ടുവരുത്. ഇവിടെ വേടാ, വണ്ടി തൊട്ട് പോരുത്. എടാ പണി കഴിഞ്ഞ് ചാവി കൊടുക്കാണ്ടിരുന്ന വണ്ടി എന്തിനാടാ ഭിത്തി കൊണ്ടിടിച്ചത്? അതിന്റെ പണി കഴിഞ്ഞാൽ ചെക്ക് ചെയ്ത് നോക്കണ്ടേ? എടാ ഭിത്തിയിൽ ഇടിച്ചിട്ട് എന്തോ ചെക്ക് ചെയ്യാനാടാ? എയർ ബാഗ്. വണ്ടി ഇടിച്ചാലേ എയർ ബാഗ് ചെക്ക് ചെയ്യാൻ പറ്റൂ. നല്ല രസ്യ എയർ ബാഗ്. ഫസ്റ്റ് ഇടിക്കാൻ തുറന്നു. എന്റെ ദൈവമേ, യവനാ ഷോക്കോസ്ഫർ ചെക്ക് ചെയ്യാൻ തോന്നാത്ത എന്റെ ഭാഗ്യം. അല്ലെങ്കിൽ വണ്ടി ഉണ്ടോ അല്ല കുഴിയിൽ വിട്ടാന്. ഫസ്റ്റ് അതാ ചെയ്തത്. ഇപ്പൊ ആ വണ്ടിയുടെ വീല് കണ്ണ കുഞ്ഞിക്കുഞ്ഞില് ദിലീപേട്ട നിൽക്കുന്നതാണ് നിൽക്കുന്നത്. ആ വണ്ടി എന്നെ കൊണ്ട് മേടിപ്പിക്കോ? അത് സർവ്വസാധാരണ തന്നെടാ തന്നെ. നീ വണ്ടികൾ മേടിച്ച് ഇപ്പൊ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ കട്ടി ഏറ്റവും കൂടുതൽ വണ്ടിയുള്ളത് എനിക്കാ.